ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിയങ്ക മോഹൻ്റെ ഈ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്താലോ? അപ്പോൾ എന്തെങ്കിലും കുറ്റം കുറവുകളുണ്ടെങ്കിൽ ആരും ഒന്നും വിചാരിക്കരുത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് കോമ്പാക്ട് പൗഡറാണ്. ഫേസ് കനാലിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെക്ക് 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 ചെക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രിയങ്ക മോഹനെ പോലെ ചെറിയൊരു കട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവം ചെയ്ത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആളെ പോലെ ഫുള്ളായിട്ട് ഉണ്ടെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല, ബട്ട് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ തെറ്റൊന്നുമില്ലല്ലോ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു സ്കിൻ കളർ എടുത്തിട്ടൊന്ന് അതിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഐലൈനറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഐലൈനർ നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പോൾ കാണുന്നുണ്ട്. ഞാൻ കുറേ തിയേറ്ററിൽ പോയിട്ടൊന്നും അധികം കാണാത്ത ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ ഞാൻ പോയി കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ഓൺലൈൻ വഴിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു OTT വല്ലതും കിട്ടുന്നുണ്ടെന്ന് നോക്കി. പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുന്നൊരു വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഒരു കാജലെടുത്തിട്ട് താഴെ നമ്മൾ കാജൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാജൽ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാജൽ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നാലൊരു ഡൗട്ട്, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഐബ്രോ ഞാൻ പൊതുവെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഐഷാഡോ പാലറ്റിൽ നിന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യാറ്. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് മെത്തേഡ് യൂസ് ചെയ്യാറ്. നമുക്കിതിന് ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. എന്നിരുന്നാലും ഞാൻ ഈ ഐഷാഡോ പാലറ്റിൽ നിന്ന് പകുതി കാര്യങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഐബ്രോയിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്തത് സാരി മാറ്റിയിട്ട് വരാം. അപ്പോൾ ഞാൻ സാരി മാറ്റിയിട്ട് പൊട്ട് ഞാൻ ആദ്യം ബ്ലാക്കായെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നോക്കിയത് ബ്ലാക്ക് അല്ല, ഒരു ഗോബി ടൈപ്പുള്ള ഒരു പൊട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനത്തെ ടൈപ്പ് തന്നെ ഇത് ഒട്ടിപ്പൊട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചാന്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. പിന്നെ ഞാൻ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു, റെഡ് ലിപ്സ്റ്റിക്ക്. അത് വെച്ചിട്ട് എങ്ങനെ ചെയ്തു. പിന്നെ അതിൻ്റെ എൻഡ് മറ്റും ഷാർപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത് പിന്നു സൂചി അടുത്തുണ്ടായിരുന്നത് കൊണ്ട് പിന്നു സൂചി എടുത്തിട്ട് ഞാനൊന്ന് എൻഡ് ഭാഗം ഒന്ന് ഷാർപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് സെയിം ഒരു റെഡ് മെറൂൺ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ എനിക്ക് ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെൻറ്ററിൽ പിന്നെ ഞാൻ സിന്ദൂരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ട് തന്നെ സിന്ദൂരം ഇങ്ങനെ ഒരു വീഡിയോന് വേണ്ടിയിട്ട് ഇടുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈലിൽ സെൻറ്റർ ഒരു ചെറിയൊരു പാർട്ടീഷൻ എടുത്തിട്ട് ലൈൻ ചെയ്തെടുത്തിട്ട് പിന്നെ 2 സൈഡിൽ നിന്നും നമ്മളൊരു ഹെയർ കുറച്ച് പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്ത് അങ്ങനെ 2 സൈഡ് ഞാൻ ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ശരിയാകുന്നെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് സെക്യൂർ ആയിട്ട് ഒരു ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ടൊന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിൽ പ്രിയങ്ക മോഹൻ്റെ മുടി വന്നിട്ട് കുറച്ച് ഒതുങ്ങിയ മുടിയാണ്. പക്ഷേ എന്നെ അങ്ങനത്തെ അല്ല, അതുകൊണ്ട് ഒന്ന് കാണുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൽ 2 ചെയിൻ ഇട്ടുണ്ടായിരുന്നു. അതിൽ താലിയൊക്കെ ഉണ്ട്, പിന്നെ മഞ്ഞച്ചരടൊക്കെ ഉണ്ട്. മഞ്ഞച്ചരടൊന്നും നമ്മൾ ഇടുന്നില്ല. 2 ചെയിൻ അതിൽ അല്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ 2 ചെയിൻ സിമിലറായിട്ട് തോന്നുന്ന 2 ചെയിൻ എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അമ്മനിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ മക്കിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സിമിലറായി തോന്നുന്ന ഒരു ജുംക്ക എടുത്തിട്ട് ചെറിയൊരു മീഡിയം സൈസുള്ള ജുംക്ക എടുത്തിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ 2 കമ്മൽ ആദ്യം ഞാൻ വേറൊരു കമ്മൽ ഇട്ട് നോക്കി, അത് സെറ്റായില്ല. പിന്നെയാണ് ഞാൻ ഇതിട്ട് നോക്കിയിട്ട് ഇത് ഓക്കെ ആയിട്ട് തോന്നിയത്. പിന്നെ സാരിയൊക്കെ ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊള്ളാമോ? അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ബാംഗിൾസ് ഇട്ടിട്ടില്ല. പിന്നെ ബാംഗിൾസ് എടുക്കാൻ പോയിട്ട് ഞാൻ ഒരു ഗോൾഡൻ കളർ ബാംഗിൾസ് 2 ഇട്ടുണ്ടായിരുന്നു. പിന്നെ സാരിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാനൊന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇത് ഓക്കെ എന്ന് തോന്നുന്നു. കൊള്ളാമോ ഗൈസ്? അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ടാറ്റാ, ബൈ, താങ്ക് യു.